ഗൈസ്, നമ്മുടെ ഫോണിന്റെ ഈ ഒരു അവസ്ഥ കണ്ടോ? സംഭവം മറ്റൊന്നുമല്ല, നമ്മൾ ഒരു സ്പെഷ്യൽ സബിക്കിയുമായിട്ട് ഇന്ന് ഫിഷിങ്ങിനായിട്ട് എത്തിയിരിക്കുകയാണ്. തീരെ ചെറിയ കുരുട്ടാപ്പി ചൂണ്ടകളും കളറുള്ള കുറച്ച് നൂലുകളുമാണ് ഇതിൽ കെട്ടിയിരിക്കുന്നത്. ഇത്രയും ചെറിയ ചൂണ്ടയുള്ള സബിക്കിയായിട്ട് നമ്മൾ ഇന്ന് ഒരേ ഒരു മീനിനെ ടാർഗറ്റ് ചെയ്ത് ഇവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്നും ഫിഷിംഗ് സ്പോട്ടിലേക്ക് പോകുന്നത് കുറച്ചൊന്ന് സാഹസികം നിറഞ്ഞ കാര്യമാണ്. ഒന്നൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അടിതെറ്റിയാൽ അയ്യോ പൊത്തോന്ന് പറഞ്ഞുകൊണ്ട് വെള്ളത്തിൽ വീഴും. എന്തായാലും സ്പോട്ടിലെത്തി സബിക്ക് വെള്ളത്തിലേക്കിട്ട് അനക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഉദ്ദേശിച്ച മീനുകൾ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല ഉഷാർ സൈസുള്ള കോന്നെത്തോലുകളെ പിടിക്കാനായിട്ടാണ് നമ്മൾ ഇന്ന് ഇത്രയും ചെറിയ സബിക്കയുമായിട്ട് സ്പോട്ടിൽ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവരെ പിടിക്കാനായി യൂസ് ചെയ്തത് കുറച്ചുകൂടെ വലിയ ചൂണ്ടയും മിനുക്കങ്ങളുമായിരുന്നു. എന്നാൽ ഇപ്പോൾ കൊണ്ടുവന്ന ഈ ഒരു സബിക്കയിൽ നമുക്ക് ഇരട്ടി റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നെത്തോലി മാത്രമല്ല, അതുവഴി പോകുന്ന പാര മീനുകളും സബിക്കയെ ഓടിച്ചിട്ട് സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാണുന്നവർക്ക് നെത്തോലികളെ പിടിക്കുന്നത് ഒരു കുട്ടികളിയായി തോന്നുമെങ്കിലും ഇത്രയും ചെറിയ സബിക്കയിട്ട് നെത്തോലികളെ പിടിക്കുന്നത് ഒരു അപാര ഫീല് തന്നെയാണ്. തീരെ ചെറിയ മീനുകളാണെങ്കിലും നെത്തോലി മീനുകൾ അടിച്ചാൽ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വളരെ വലിയ ഫൈറ്റ് ആണ് ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവരെ പിടിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ കാണുന്നത്. കൈ മാത്രമല്ല, കൈ കൊണ്ട് പിടിക്കുന്നിടം മൊത്തവും ഇതുപോലത്തെ ചെതുമ്പൽ കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുറച്ചു നേരം ഇരുന്നപ്പോ തന്നെ ഒരു കറിക്കുള്ള മീൻ നമ്മൾ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ.